ഞാൻ ഈ വെള്ളത്തിൽ വെള്ളരി എന്ന് പറഞ്ഞ സമ്പ്രദായം ഒരു 5-6 വർഷത്തോളമായി നടത്തിയിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി, ആദ്യം വിത്ത് ഈ സൂഡോമോണസ് എന്ന് പറഞ്ഞ പൊടിയായിട്ട് മിക്സ് ചെയ്ത് ഒരു പുട്ടിന്റെ പരുവത്തിൽ കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് വിത്ത് മുളപ്പിക്കൽ. ആ മുളപ്പിച്ച വിത്താണ് ഞാൻ ഇതുപോലെ പെരക്കിയിട്ട് വിത്ത് സൂഡോമോണസ് പൊടിയിട്ട് പെരക്കി തുണി കെട്ടിയിട്ടാണ്, ഇങ്ങനെ കിഴി കെട്ടിയിട്ടാണ് വിത്ത് നടേണ്ട പാകത്തിനാക്കിയെടുക്കുന്നത്. അപ്പം അതിന് മുന്നേ ഈ വയൽ ഇതെല്ലാം ഒരുക്കി വെച്ച് നിർത്തി ഒരാഴ്ച കുമ്മായിട്ട് അത് വെള്ളം വാർത്തു. അതിന് ശേഷമാണ് ഇങ്ങനെ നടുന്നത്. അപ്പോൾ ഈ 3-4 വർഷം ഇത് മോശമല്ലാതൊരു വിളവ് തന്നു. അതുകൊണ്ട് ഈ വർഷവും ഇത് തന്നെ തുടർന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പണിച്ചെലവ് ആദ്യത്തെ തവണയുണ്ട് എന്നല്ലാണ്ട് പിന്നെ അതങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ വെള്ളം കോരണ്ട, വെള്ളം വാർത്ത് കളയാവേണ്ടത്, പിന്നെ തൈക്ക് ക്ഷീണം തട്ടുന്ന രീതിയിൽ ഒന്നും ഇതാകുന്നില്ല. ഇടമറിക്കലോ ചുള്ളലോ മറിക്കലോ ഒന്നുമില്ല. ഇത് ആദ്യം കൊടുക്കേണ്ടതെല്ലാം ഇതിൻ്റെ അടിയിലേക്ക് കൊടുത്തു, മണ്ണിൻ്റെ അടിയിലേക്ക് കൊടുത്തു. ഇനിയിപ്പം നടുന്ന സമയത്ത് അയറ്, പിന്നെ ഇത് ഈ വർഷം ആദ്യം ഉപയോഗിക്കുന്നതാണ് മൈക്രോ റൈസ്. ഇതൊന്ന് ഉപയോഗിച്ച് പരീക്ഷണം നോക്കാമെന്നാണ്. ഇത് വിളകളുടെ വേരിന് പുഷ്ടി കിട്ടുന്നതും അങ്ങനെയല്ലാന്ന് പറയുന്നേക്കുന്നു. ഇതൊന്നും ചെയ്തു നോക്കുന്നുണ്ട്. ഇത് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് വെള്ളരിയിൽ ഉപയോഗിച്ചില്ല. ഈ വർഷം അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം കൂടി മനസ്സിലാക്കാൻ ഉള്ള രീതിയിലാണ്. ഇതുപോലെ തന്നെ ഞാൻ പച്ചമുളകും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു വിജയമായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇത് ആദ്യത്തെ ആ ഒരു തവണ ഭൂമി ഒരുക്കുന്നതിന് കുറച്ച് ചിലവ് പിടിക്കും. രീതി എങ്ങനെയാണ് കൃഷി രീതി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 1-ാം വള മൂർന്ന വയൽ, 2-ാം വളക്ക് ചെയ്യാൻ മാത്രം വെള്ളം ലഭിക്കാവുന്നു. കാരണം വെച്ചാൽ 2 മാസം കൊണ്ട് വെള്ളം വാർന്നു പോകുന്ന വയലാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മൾ ഈ വെള്ളരി നട്ട് കഴിഞ്ഞാൽ ഒരു 1.5-2 മാസം കൊണ്ട് ഇതിന് വെള്ളം കുറഞ്ഞു വരണം. അപ്പം ആ രീതിയിലാണ്. അപ്പോൾ ഇപ്പം നല്ല ഫുൾ വെള്ളത്തിലാണ് നമ്മൾ ഈ മൂർന്ന വൈക്കോല്, കാട് ഇതെല്ലാം നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചെളി തേച്ച് പിടിപ്പിച്ചിട്ട് ആണ് മണ്ണ് നിലമൊരുക്കുന്നത്. അപ്പോൾ നിലമൊരുക്കുന്ന സമയത്ത് കുമ്മായ ഇട്ടു. അതിനുശേഷം വരമ്പുണ്ടാക്കി. ആ വരമ്പിൻ്റെ മുകളിലാണ് ഈ കാണിച്ച ഇതിൻ്റെ മുകളിൽ മുകളിലെ ഭാഗം വെക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു വളപ്രയോഗം മാത്രം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതൊരു 3-4 പാകത്തിൽ നമ്മളൊരു കൈവളം കൊടുക്കുന്നത്, അത് മാത്രമാണ് ഇതിൻ്റെ വളപ്രയോഗം. മറ്റു വേറെ പിന്നെ ഇങ്ങോട്ട് വളമില്ല. പിന്നെ ഇത് വെള്ളം ആവശ്യത്തിന് കെട്ടി നിർത്താനും വാർത്ത് കളയാനുള്ളൊരു സംവിധാനമുള്ളൊരു വയൽ തിരഞ്ഞെടുക്കണം. അത് അതിൻ്റെ ഒരു പ്രത്യേകത. വാർന്നു പോകണം, ആ സമയത്ത് കെട്ടിക്കേണ്ട സമയത്ത് കെട്ടി നിർത്താൻ പറ്റണം, അത്രേ വേണ്ടു. പിന്നെ വെള്ളം നനക്കുന്ന രീതിയില്ല. പണ്ട് കാലത്ത് വെള്ളം വരലേനും വെള്ളരിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു പ്രയാസം. അപ്പോൾ അത് ഈ വിളവിനെ സംബന്ധിച്ച് വെള്ളം നനക്കുന്നൊരു ആവശ്യമില്ല. ഇതിപ്പം ചീഞ്ഞു പോകത്തില്ലേ ഇത് വെള്ളത്തിൽ പോയി? ചീഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യം തറമറച്ച് കുമ്മായം ചേർത്ത് ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിന് വെള്ളം വാർക്കുന്നത് വെച്ചാൽ അതിന്റെ വേരിന് എയർ കിട്ടാനാണ് നമ്മൾ അടിയിൽ വൈക്കോല് മൊത്തം തിരിച്ചിരിക്കുന്നത്. അല്ല, ഇത് വളർന്നു വരുമ്പോ ഇത് വള്ളിയായിട്ട് തന്നെ പോകുന്നത്? വള്ളി ആ വെള്ളത്തിലേക്ക് ഉടനെ പോകുന്നുണ്ട്. പക്ഷെ അത് ചീഞ്ഞു പോകുന്ന കാണുന്നില്ല. ഇതുവരെ ഈ 5 വർഷമായിട്ടും അങ്ങനെ ഒരു ചീച്ചല് സംഭവിച്ചില്ല. ഈ വെള്ളത്തിലെ ഇങ്ങോട്ട് പിന്നെ മുള വരുന്ന സമയത്ത്, അല്ല വളർന്നു വരുന്ന സമയത്ത് ചെടികളായിട്ട് പോകുമ്പോ അത് വെള്ളത്തിൽ കിടന്ന ചീഞ്ഞു പോകില്ല? ചീഞ്ഞു പോകുന്ന കാണുന്നില്ല. അതിന് പകരം സംവിധാനം ഒരുക്കുന്നുണ്ടോ? കുമ്മായം ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. കുമ്മായം പിന്നെ വെള്ളത്തിന്റെ ഓക്സിജന്റെ ലെവലായിരിക്കുന്ന. അല്ല, വെള്ളത്തിലേക്ക് അത് താഴ്ന്നു പോകുന്നില്ലേ? ആ സമയത്ത് നമ്മൾ ഓല വിരിച്ചു കൊടുക്കും. വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിയിരിക്കാതിരിക്കാൻ മാത്രം നമ്മൾ ഓലയോ കഴുകിന്റെ പട്ടയോ എല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലൂടെ പടന്നു പോകും. അതാ ചോദിച്ചത്, അങ്ങനെ സംവിധാനം ഒരുക്കും. അതിന്റെ മുകളിലേക്കൂടെ പടന്നു പോകുന്നു. ശരി. പൂർണ്ണമായിട്ട് വെള്ളത്തിലേക്കൂടെ മുങ്ങി പോകുന്നില്ല. അതിന്റെ സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കും. അതേ ഉള്ളൂ ഈ വെള്ളരിന്റെ ഒരു പണിയെടുക്കുന്നതിന്റെ ഒരു പ്രയാസം അതേ ഉള്ളൂ. സാധാരണഗതിയിൽ ഈ വെള്ളരി കൃഷി എപ്പോഴാണ് ചെയ്യുന്നത്? സാധാരണ ഒരു ഫെബ്രുവരി മാർച്ച് സമയത്താണ് കട്ട ഉടച്ച് ഉണക്കി വയലുണങ്ങി കട്ട പൊടിച്ച് പൊടിയാക്കി എടുക്കാണ് വെള്ളരി സാധാരണ ചെയ്ത് തരുന്നത്. ഇതിപ്പോ നമുക്ക് 2 തവണ ചെയ്യാം. ആ രീതി വേണമെങ്കിൽ ഇത് ഒഴിഞ്ഞെടുക്കാം, അതും ചെയ്യാം. ഇത് കഴിഞ്ഞ ഉടനെ അതും ചെയ്യാം. അപ്പൊ ഏതാ കൂടുതൽ വെള്ളരി ടേസ്റ്റിന്റെയും ഗുണത്തിലും എല്ലാം നമുക്ക് ഈ ആരോഗ്യത്തോടുകൂടി കിട്ടുന്ന ഇതിനാണ് കിട്ടിയിരുന്നത്. മറ്റേത് ക്ഷീണം സംഭവിക്കുന്നുണ്ട്. വെയിലിന്റെ കടുപ്പം കൊണ്ട് വെള്ളം കോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തൈക്ക് വാട്ടവും ക്ഷീണവും സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ഇതിനെ ഏൽക്കുന്നില്ല. വിളവും കൂടുതൽ ഇതാണ്. അധ്വാനം കുറവും ഇത് തന്നെയാണ്. പക്ഷെ എല്ലാം ഈ ആദ്യത്തെ ഒരു പടി വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വരുന്നതിന്
നമുക്ക് ഒരു 45-50 ദിവസം കൊണ്ട് ഇത് വിളവെടുക്കുകയും ചെയ്യാം. മറ്റേത് നമ്മൾ പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിക്കാൻ ഒരുപാട് 2 തവണ വളം ചെയ്യണം. അപ്പൊ ഈ കാണുന്നവർക്ക് മനസ്സിലാവില്ലേ ഇത് 2 വെള്ളരി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാല്? കാണാൻ മാത്രം അതിന്റെ ഒരു ആരോഗ്യത്തോടെ വിരിഞ്ഞത് കാണുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. നല്ല പൂർണ്ണ ആരോഗ്യത്തോട് കിട്ടുന്നതും ഒരു ക്ഷീണാവസ്ഥയിൽ കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് വേറെ എവിടെയും ചെയ്തതായിട്ട് അറിയോ? ഇതാ പല കൂട്ടരും അന്വേഷിച്ചിട്ട് പോയി ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ഇപ്പോ. പക്ഷെ ആദ്യം തന്നെ ഇവിടെയാണ് ചെയ്തതിന്. ആദ്യം ഒരു 5 വർഷം മുന്നേ ഇവിടെ തുടങ്ങി. അത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വന്നു, അതിന് വേണ്ട നിർദ്ദേശം തന്നു. ആദ്യത്തെ ഒരു തവണ പാളിപ്പോയി, 2ാമത്തേതിൽ വിജയിച്ചു, 3ാമത്തേതിൽ വിജയിച്ചു, 4ാമത്തേതിൽ വിജയിച്ചു. അതിന് ശേഷം ഇപ്പോൾ 6ാമത്തെ തവണയായത്. കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലൊടുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള വിലമാണോ നിന്റെ മൗനം, നിന്റെ നാണം, സന്ധ്യമയങ്ങും നേരം, ചന്ദ പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും മികച്ച യുവ കർഷകൻ എന്ന് പറയാം. അതുപോലെ നമ്മുടെ കൃഷിഭവൻ്റെ എല്ലാ സ്കീമുകളിലും പ്രത്യേകിച്ച് ലീഡ്സ് എന്ന് പറയുന്ന പദ്ധതിയിലെ നേതൃ കർഷകൻ കൂടിയാണ് സുരേഷ് എന്ന് പറയുന്നത്. അവർ കൃഷിയുടെ പരീക്ഷണങ്ങളാണ് ലീഡ്സ് എന്ന് പറയുന്ന പദ്ധതിയിൽ പ്രത്യേകമായി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന പുതിയ പുതിയ നൂതന കൃഷി രീതികൾ തൻ്റെ കൃഷിത്തോട്ടത്തിൽ പരീക്ഷിക്കുകയും അതിനനുസരിച്ച് എന്തൊക്കെയാണ് അതിൽ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ ജില്ലാ ലെവലിൽ പ്രസൻറ്റ് ചെയ്യുകയൊക്കെയാണ് ലീഡ്സ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല മികച്ച കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ള കർഷകൻ കൂടിയാണ് ശ്രീ സുരേഷ് ഏട്ടൻ. അതിൻ്റെ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലീഡ്സ് പദ്ധതിയിൽ ഇന്നൊവേഷൻ എന്നുള്ള ഒരു പദ്ധതി സ്കീം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷിയുടെ പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. വിത്ത് മുതൽ വിളവ് വരെയാണ്. അത് കൃഷിഭവൻ തലത്തിൽ കൃഷി ഉദ്യോഗസ്ഥരടക്കം വന്ന് ഫീൽഡ് തലത്തിലുള്ള എല്ലാ സാങ്കേതിക അറിവുകളും കൊടുത്തുകൊണ്ട് തന്നെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പരീക്ഷണങ്ങളായ വാം, മൈക്കോറൈസ, PGPR, അയർ, സ്യൂഡോമോണാസ് തുടങ്ങിയുള്ള നൂതന കൃഷി രീതികൾ ഫുള്ള് എല്ലാം സുരേഷ് ഏട്ടൻ്റെ പച്ചക്കറി കൃഷി ഉപയോഗിച്ചിട്ടുണ്ട്. തനിച്ചു വരും